ഹായ് ഫ്രണ്ട്സ്, 2024 ഏറ്റവും പുതിയ കറണ്ട് അഫെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പശ്ചിമ ബംഗാൾ ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ് ലഭിച്ച മലയാള നടൻ ജഗതി ശ്രീകുമാർ. 2024 ഗോൾഡ്മാൻ എൻവയോൺമെന്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ അലോക് ശുക്ല. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം. 2024 ഷാങ്ഹായിൽ നടന്ന ആർച്ചറി വേൾഡ് കപ്പ് സ്റ്റേജ് 1 ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ വനിതാ താരം ജ്യോതി സുരേഖ വെൻ. 2024 തോമസ് കപ്പ് ആൻഡ് യൂബർ കപ്പ് ചാമ്പ്യൻഷിപ്പുകളുടെ വേദി ചെങ്ഡു, ചൈന. അടുത്തിടെ സ്ഥാനമൊഴിഞ്ഞ സ്കോട്ട്ലാൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫ്. അടുത്തിടെ 17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ രാജ രവിവർമ്മ വരച്ച ചിത്രം മോഹിനി. ലോകത്തിലാദ്യമായി ചന്ദ്രന്റെ ഹൈ ഡെഫിനിഷൻ ജിയോളജിക്കൽ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചൈന. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ജില്ല പാലക്കാട്. 2024 ശ്രീലങ്കയിൽ ഉദ്ഘാടനം ചെയ്ത ജലവൈദ്യുത പദ്ധതി ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. അടുത്തിടെ വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിറ്റ്സി വാഗമോണിക്ക. 2024 പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ്. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ വാഹനത്തിന്റെ യാത്രയുടെ ഭാഗമാകുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ്. 2024 ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥാ ഘടികാരം സ്ഥാപിതമായത് ന്യൂഡൽഹി. ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മിറ്റിയുടെ പുതിയ മുദ്രാവാക്യം വേർ ഹിസ്റ്ററി ഈസ് പ്രിസർവ്ഡ് ഫോർ ദ ഫ്യൂച്ചർ. പവിഴപ്പുറ്റുകളെ സംരക്ഷിക്കുന്നതിനായി ക്രൗൺ ഓഫ് തോൺസ് എന്ന സ്റ്റാർ ഫിഷുകളെ നിയന്ത്രിതമായി കൊന്നൊടുക്കിയ രാജ്യം ഓസ്ട്രേലിയ. 2024 സ്ഥാനമൊഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ച്. 2024 ICC പുരുഷ T20 ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസഡർ ഉസൈൻ ബോൾട്ട്. ഹെവൻലി ഐലൻഡ്സ് ഓഫ് ഗോവ എന്ന പുസ്തകം രചിച്ചത് PS ശ്രീധരൻ പിള്ള. കടലിനുമേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം പാമ്പൻ പാലം. ഓഷ്യൻ ഡെക്കേഡ് കോൺഫറൻസ് 2024 വേദി ബാഴ്സലോണ. വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏഷ്യ. തുടർന്നും കറണ്ട് അഫയേഴ്സ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.